ഫ്രീലാൻസേഴ്സ് എന്തുകൊണ്ടാണ് കൂടുതൽ ഏൺ ചെയ്യുന്നത്? ഞാനൊരു കമ്പനിയിലെ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ വർക്കിന് പോയിട്ട് ഷെഡ്യൂൾ ചെയ്ത വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാലോ എന്നുള്ള ഒരു മൈൻഡായിരിക്കും നമുക്ക് പലർക്കും. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സമയം മാറ്റിവെക്കാനോ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഫ്രീലാൻസേഴ്സിന് കൂടുതൽ വർക്ക് കിട്ടാനും കൂടുതൽ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ സാധിക്കുന്നത്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആ കമ്പനിയിൽ മാത്രമായിട്ട് അവിടെ ഒതുങ്ങിക്കൂടും. കൂടാതെ തന്നെ ആ വർക്ക് സ്പേസിൽ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ ഓഫീസിൻ്റെ ആംബിയൻസിനായിരിക്കും നമ്മൾ ക്രിയേറ്റിവിറ്റി വളരുക. അതായത് അവർ ഇത്രയും കാലം ചെയ്തു തന്നിട്ടുള്ള ഒരു രീതി ഉണ്ടാവുമല്ലോ വർക്കിന്, ആ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവുക. നമുക്ക് വേറെ പാറ്റേൺ ആയിരിക്കും, പക്ഷേ നമ്മൾ അവിടുത്തെ പാറ്റേൺ അനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഒരു ഫ്രീലാൻസറെ സംബന്ധിച്ചിടത്തോളം പല ഫീൽഡിലുള്ള കമ്പനികളുടെ വർക്കൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല ഐഡിയാസും പല മെത്തേഡ്സും ഒക്കെ നമുക്ക് ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് പറയുമ്പോൾ അയാൾ ഒരിക്കലും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം പാടില്ല. ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു വർക്ക് സ്പേസ് നമുക്ക് വേണം. എന്നാലേ നമുക്ക് അത്യാവശ്യം നല്ല പൊട്ടൻഷ്യൽ നമുക്ക് നമ്മളെ വർക്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ടൈമിൽ ഫ്രീലാൻസ് ആയിട്ടുള്ള ഓരോ ഡിസൈനേഴ്സ് ചെയ്യുന്ന വർക്ക് കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് പുതുതായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് മറ്റുള്ളവരുടെ വർക്ക് റെഫറൻസ് ആയി തന്നിട്ട് ഇതുപോലെ ചെയ്യുന്നതാണ് നമ്മളോട് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് അതുപോലെ ചെയ്യാതെ വേറെ വഴിയൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ തലയിൽ ഒരു പുതിയ ഐഡിയ വന്നാൽ തന്നെ നമുക്കത് പറയാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഇല്ല. കാരണം ഇവർ ഓൾറെഡി ഒരു റെഫർ ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. നമ്മുടെ വർക്ക്സും നമ്മുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ടാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത്. ചിലരൊക്കെ സാലറി കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ ക്രിയേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല ഐഡിയാസ് ആവും, പല വർക്കിംഗ് പാറ്റേൺ ആവും. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒറ്റയ്ക്കിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാണ് കൂടുതലും ഐഡിയാസും കാര്യങ്ങളും വരുന്നത്. ഒരുപാട് ഡിസൈനേഴ്സിന് അങ്ങനെ ആവും. എന്നാൽ ചില ഡിസൈനേഴ്സിനോ നമുക്ക് ടീമായിട്ടിരുന്ന് വർക്ക് ചെയ്യുമ്പോഴാവും കൂടുതൽ ഐഡിയാസ് വരുന്നത്. ഈ ഒരു വർക്കിംഗ് പാറ്റേണിൽ ഒരിക്കലും നമ്മൾ ഗ്രോ ചെയ്യുന്നില്ല, നമ്മളെ കമ്പനി മാത്രമാണ് ഗ്രോ ചെയ്യുന്നത്. നമുക്ക് സാലറി കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കമ്പനിക്കാണ് അവിടെ ഗ്രോത്ത് വരുന്നത്.